കൊല്ലത്ത് 350 കിലോയോളം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. തുണിത്തരങ്ങളെന്ന വ്യാജേന ട്രെയിനിൽ കടത്തിയ പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. സംഭവത്തിൽ ആറ്റിങ്ങൽ സ്വദേശി അഖിൽ അറസ്റ്റിലായി. വിപണിയിൽ 12 ലക്ഷത്തോളം രൂപ വില വരുന്ന നിരോധിത ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. പാഴ്സൽ ബാഗുകളിലായി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചതായിരുന്നു. തുണിത്തരങ്ങളാണെന്നാണ് ആദ്യം റെയിൽവേ പോലീസ് കരുതിയത്. സംശയം തോന്നിയതിനെ തുടർന്ന് RPF, ക്രൈം ഇന്റലിജൻസ് വിഭാഗവും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇവ പിടികൂടിയത്. 350 കിലോയോളം വരുന്ന പുകയില ഉൽപ്പന്നങ്ങളുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്യൂരിറ്റി മെഷേഴ്സ് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് കൊല്ലം RPF-ഉം ട്രിവാൻഡ്രം റെയിൽവേ ഡിവിഷൻ ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ച് സംയുക്തമായിട്ട് റെയ്ഡ് നടത്തുകയുണ്ടായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലം പാർസൽ ഓഫീസിലും റെയിൽവേ സ്റ്റേഷനിലും മറ്റും നടത്തിയ ചെക്കിങ്ങിനിടയ്ക്ക് സംശയാസ്പദമായ രീതിയിൽ ഒരു 7 ബണ്ടിലുകൾ കാണപ്പെട്ടു. പാഴ്സലായിട്ട് വന്നതായിരുന്നു. കുറച്ച് സർവൈലൻസിൽ വയ്ക്കുകയും അപ്പോൾ ഇന്നത്തെ ദിവസം ഈ മീൻസ് 20-ാം തീയതി ആഗസ്റ്റ് 20-ന് ഈ പാർട്ടി വരികയും അദ്ദേഹം അത് എടുക്കുന്ന സമയം നമ്മൾ ചെക്ക് ചെയ്യുന്നതിൽ മനസ്സിലായത് ടുബാക്കോ പ്രൊഡക്ട്സ് ആയിരുന്നു. ഈ സാധനം ഏകദേശം ബാംഗ്ലൂരിൽ നിന്ന് ബുക്ക് ചെയ്ത് വന്നതെന്നാണ് നമ്മൾ മനസ്സിലായത്. അഖിൽ എന്നാണ് ഈ പറയുന്ന പാർട്ടിയുടെ പേര്. ഏകദേശം 10 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഓപ്പൺ മാർക്കറ്റിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആറ്റിങ്ങൽ സ്വദേശി അഖിലിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. റെയിൽവേ സ്റ്റേഷനിലെത്തിയ അഖിലിനെ RPF-ഉം എക്സൈസും ചേർന്ന് പിടികൂടുകയായിരുന്നു. സമാനമായ രീതിയിൽ ഇയാൾ നേരത്തെയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. തെറ്റായ വിവരങ്ങൾ നൽകി പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയതിന് അഖിലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ജനം, കൊല്ലം.